ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ തക്കാളി കണ്ടില്ലേ, തക്കാളിയുടെ ഒരു വിളവെടുപ്പാണ്. തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ടില്ലേ. തക്കാളിയുടെ ഈ വാട്ടരോഗം എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും ഇതുങ്ങളെ രക്ഷിച്ചെടുത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഇത് വാടി കണ്ടില്ലേ, ആ വാടി കായൊക്കെ ആയി പൂവായി നിറച്ച് വന്ന ശേഷമാണ് ഇതിങ്ങനെ കണ്ടില്ലേ. ഇത് കണ്ടോ, ഇത് എല്ലാം പോയതായിരുന്നു കേട്ടോ. വാടിപ്പോയി നിറച്ച് കായായി നിറച്ച് ഞാൻ വിളവെടുത്തിട്ട് നിൽക്കുന്നതാണേ. ഇപ്പം രണ്ടിൽ നിന്നൊക്കെ ഉണ്ടായ നേരത്തെ നിറച്ചുണ്ടായ ശേഷം ഞാൻ ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതേ കണ്ടില്ലേ ഇങ്ങനെയായിപ്പോയി. ഇതെനിക്ക് ആകെ വിഷമമായിപ്പോയി. ഇതിനെന്താണ് ഇങ്ങനെ നിറച്ചായി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ചാരവും കലക്കി ഇവർക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുമ്മായം കലക്കി അതിൻ്റെ തെളി എടുത്തിട്ട് ഞാനിവർക്ക് ആഴ്ചയിൽ ആദ്യ ഒരാഴ്ച 2 തവണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇലയ്ക്ക് മാറ്റം വന്നു കേട്ടോ. ഇവിടുന്ന് ഇതെല്ലാം പോയതാണേ. അവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങോട്ട് പൊട്ടിക്കിളുത്ത് വന്ന് രണ്ടാമത് കായായതാണ്. കണ്ടില്ലേ, പൂത്ത് കായായി. ഇത് ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഇത് പിന്നെ കിളുത്ത് കയറി വന്നതാണ്. ഇതൊക്കെ കണ്ട, ഇത് പോയെന്ന് ഞാൻ വിചാരിച്ചു. കണ്ടില്ലേ, അങ്ങനെയാണ് ഇതിനെ ഞാൻ രക്ഷിച്ചെടുത്തത്. അടിയിൽ കണ്ടില്ലേ, ഇല വന്ന് പൂക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവർക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ ഇവരെല്ലാം രക്ഷപ്പെടുത്തിയെടുത്ത് ഇവർക്ക് നിറച്ച് ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തേതാണ് കേട്ടോ. ഇഷ്ടംപോലെ കായ ഉണ്ടായ ശേഷമാണ് ഇതിങ്ങനെ വന്നത്. ഇപ്പോൾ അത് കണ്ടില്ലേ, കായൊക്കെ പറിച്ചെടുത്തു. അത് കഴിഞ്ഞ് കണ്ടില്ലേ, അടുത്തത് ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന കണ്ടോ, നിറച്ച് പൂവായി. ഇത് കൊടുത്ത ശേഷം കേട്ടോ പറയാൻ പറ്റില്ല, രക്ഷപ്പെട്ടു. എല്ലാം പൂവായി, നിറച്ച് പൂവായി. കണ്ടോ, ഇവർക്കെല്ലാം ഇതാണ് തക്കാളിക്ക് വരുന്ന ഒരു പ്രശ്നം. എന്തായാലും കുമ്മായം ഒഴിച്ചു കൊടുക്കണം, അത്യാവശ്യമാണ്. തക്കാളിക്ക് കുമ്മായം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, പൂത്ത് നല്ലതുപോലെ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കണ്ടില്ലേ, പിന്നെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നിറച്ച് പൂത്തതേ. ഇത് മതി, ഇവരെ ഇങ്ങനെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് കൊടുത്തു കഴിഞ്ഞാലേ. കണ്ടോ, തക്കാളിയൊക്കെ. പിന്നെ ഞാൻ കൂട്ടുവളം ഇട്ട് കൊടുക്കും. ആഴ്ചയിൽ 1 ദിവസം കൂട്ടുവളം ഞാൻ ഇവരെ മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. മണ്ണിളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഈ ഇലയിൽ കൂടെ നമ്മൾ ഒന്ന് തളിച്ചു കൊടുക്കണം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലയെല്ലാം നനയത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, പിന്നെ ഇവർക്ക് വേണ്ടത് കണ്ടില്ലേ, ഈ ഇലയുടെ അടിയിൽ ഇങ്ങനെ വെള്ളപ്പൊടികളും അങ്ങനെ ഇങ്ങനെ കണ്ടോ, വെള്ളപ്പൊടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഞ്ഞിവെള്ളം ചാരവും കൂടെ ഞാൻ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് മാറ്റമുണ്ട് കേട്ടോ. പോയി, കുറച്ചൊക്കെ മാറി. ഇതെല്ലാം വാടിപ്പോയതായിരുന്നു. എല്ലാം വാടി കണ്ടില്ലേ, അതെല്ലാം മാറി കണ്ടില്ല. എല്ലാം അത് തളിച്ചു കൊടുത്തതിന് ശേഷം ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മാറി കണ്ടില്ലേ. ഇതൊക്കെ ചെയ്താൽ മതി. അത്യാവശ്യം നമ്മൾ തക്കാളി നിറച്ച് കായാകിയ ശേഷമാണ് ഇതിങ്ങനെ വാടിപ്പോകുന്നത്. ഇലകളിങ്ങനെ വാടിപ്പോകുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് വളങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും തക്കാളിക്ക് വളമിട്ട് കൊടുക്കുക. പിന്നെ കുമ്മായം ആഴ്ചയിൽ 1 ദിവസം നമ്മളിത് കലക്കി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കഞ്ഞിവെള്ളവും ചാരവും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നമുക്കിവരെ പിന്നെ കൂട്ടുവളം നമുക്ക് ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ 1 മണ്ണിളക്കി കൊടുക്കുക. മണ്ണിളക്കി കൊടുത്തിട്ട്
കുറച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുത്താൽ മതി. വെള്ളം നല്ലതുപോലെ നനച്ച് കൊടുക്കണം ഇലകൾക്ക്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി രക്ഷപ്പെടും. തക്കാളിയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും. എൻ്റെ തക്കാളികൾ കണ്ടില്ലേ, പോയെന്ന് കരുതിയ തക്കാളിയൊക്കെയാണ് ഇപ്പോൾ പൂത്തത്. കായ കണ്ടില്ലേ, കായൊക്കെ പിടിച്ച് തുടങ്ങിയത്. നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ വാടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് വിഷമമാകുമ്പോൾ നമ്മൾ കൃഷിയിലൊക്കെ നമുക്ക് സങ്കടം തോന്നും. പിന്നെ നമ്മൾ ചെയ്യാൻ മടിക്കും. ഇത് നേരത്തെ തന്നെ കായാകുന്നതിന് മുന്നേ തക്കാളി നട്ടൊരു പൂത്ത് തുടങ്ങുമ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. കുമ്മായം കലക്കി ഒഴിക്കുകയും ചെയ്യണം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ചാരത്തിനകത്ത് പുളിപ്പിച്ച് ചാരം കൂടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വളം, കൂട്ടുവളം, നമ്മൾ കടലപ്പിണ്ണാക്കും അങ്ങനെയുള്ള എല്ലാം കൂട്ടുവളം നമുക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഇലയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനില എപ്പോഴും വന്ന് അതിങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കണം. കാൽസ്യക്കുറവൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തക്കാളിയിലുണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തക്കാളി നമുക്ക് നല്ല വിളവ് എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പച്ചക്കറി ഒരു സന്തോഷം തന്നെയാണ് വീട്ടിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അല്ലേ. എനിക്ക് ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നൊരു സന്തോഷം, അത് നിങ്ങളിൽ കൂടെ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അടുക്കളത്തോട്ടം ഒരു 2-3 വഴുതനയും തക്കാളിയും മുളകും ഒക്കെ പിടിപ്പിക്കുക. അടുക്കള വേസ്റ്റ്, മീൻ്റെ വേസ്റ്റ് ഒന്നും നമ്മൾ കളയാതെ ഇതിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം നമുക്ക് വേസ്റ്റൊക്കെ കുഴിച്ചിട്ട് കൊടുക്കുക. ഉള്ളത് 2-3 മൂട്ടിലായിട്ട് കുറേശ്ശെ കുഴിച്ചിട്ട് നല്ലതായിട്ട് കുഴിയെടുത്ത് കുഴിച്ചിട്ട് കൊടുക്കണം. വളങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ ഉള്ളിത്തൊലിയും സബോളയുടെ ഈ തൊലിയൊക്കെ ഇല്ലേ, വീട്ടിലെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ടിട്ടാണേലും അതിനകത്തിട്ടൊന്ന് പുളിപ്പിച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം ഡയലൂട്ട് ചെയ്ത് ഇതിനൊഴിച്ച് കൊടുക്കാനും പറ്റും. ഒന്നും കളയണ്ട, എല്ലാം വളമാണ് കേട്ടോ. എല്ലാവരും തൈകളൊക്കെ നടുക. ഇതുപോലൊക്കെ വെച്ച് പിടിപ്പിച്ച് കായൊക്കെ കണ്ടില്ലേ, ഇതുപോലെ പറിച്ചെടുക്കാനുള്ള നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും തക്കാളി കൃഷി ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളവർ കാണും. ഇതുപോലൊക്കെ വാടി പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെട്ട് തിരികെ വരാൻ പാടായിരിക്കും. നമ്മൾ ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ കായായ ശേഷം ആ കായായി വിളയുന്ന സമയത്ത് നിറച്ച് കായായി കഴിയുമ്പോഴാണ് ഈ രോഗം കൂടുതലും തക്കാളിക്ക് പിടിപെടുന്നത്. ആ സമയത്ത് ചെയ്യാൻ നിൽക്കാതെ ഇത് നേരത്തെ തന്നെ നമ്മളിപ്പം നട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ 2 ആഴ്ച കഴിയുമ്പം തന്നെ കുറേശ്ശെ നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ഈ വാട്ടരോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറവാണ്, തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് മുളക് കണ്ടില്ലേ, ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബൈ.